നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 ഏഴാം മാസം 27-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 10-ാം തീയതി ബുധനാഴ്ചയാകുന്നു, സൗമ്യവാരമാകുന്നു. സോമൻ ചന്ദ്രൻ്റെ പുത്രനാണ് സൗമ്യവാരം എന്നാൽ ബുധനാഴ്ച. നാളെ ബുധനാഴ്ച സൂര്യോദയം കാലത്ത് 6:06, അസ്തമയം വൈകിട്ട് 6:42 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 12 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയം ഒരു ശുഭകാര്യങ്ങളും നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറുണ്ട്. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു. ചന്ദ്രൻ വളരെ ദുർബലമായി വരികയാണ്. ഇനി 5 ദിവസങ്ങൾ കൊണ്ട് കറുത്ത വാവ് അമാവാസി സംജാതമാകും. നാളത്തെ നക്ഷത്രം കാലത്ത് 9:20 വരെ ഉത്രട്ടാതി നക്ഷത്രവും 9:20 കഴിഞ്ഞാൽ രേവതി നക്ഷത്രമാകുന്നു. നല്ല ശുഭ നക്ഷത്രങ്ങളാണ് ഉത്രട്ടാതി നക്ഷത്രമായാലും രേവതി നക്ഷത്രമായാലും. ഈ 2 നക്ഷത്രങ്ങളും ഉത്രത്രയത്തിൽ പെടുന്നു, അല്ലേ? ഉത്രത്രയങ്ങൾ 9 നക്ഷത്രങ്ങളാണ്. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. പക്ഷേ ഉത്രത്രയത്തിൽ ശുഭനക്ഷത്രമാണ്. രേവതിയാണെങ്കിൽ വാങ്ങാനും കൊടുക്കാനും പാടില്ലാത്ത നക്ഷത്രമാണ്. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങളുണ്ട്. കൃത്രിക ഭാഗ്യ മൂലാശ്ച മഹാചിത്രാച രേവതി ആദാതവ്യെന്ന ദാതവ്യം തച്ഛേഷന്തി വിനശ്യതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം മകം ചിത്ര രേവതി. ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു. ഈ ഉത്രത്രയത്തിൽ അങ്ങനെയുള്ള 3 നക്ഷത്രങ്ങൾ, ഉത്രമുണ്ട്, ചിത്രയുണ്ട്, രേവതിയുണ്ട്. 9 നക്ഷത്രങ്ങളിൽ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രങ്ങൾ. പക്ഷേ രേവതി എല്ലാ ശുഭകാര്യങ്ങൾക്കും മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ്. പക്ഷേ രേവതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അതിന് ഗണ്ഡാന്തം എന്ന ദോഷമുണ്ട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം കാലത്ത് 7:10 മുതൽ 8 മണി വരെ എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണ്. അപ്രകാരം തന്നെ 2:10 മുതൽ 3 മണി വരെയുള്ള സമയവും. പക്ഷേ ആ ഒരു സമയം സാമ്പത്തികമായ ഇടപാടുകൾക്ക് നല്ലതല്ല, രേവതിയാണ്. മറിച്ച് ഉത്രട്ടാതി നക്ഷത്രം വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാങ്ങാനും കൊടുക്കാനുമൊക്കെ വളരെ നല്ലതാണ്. നാളെ ബുധനാഴ്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് തന്നെ ഏറ്റവും നല്ല ആരാധനയ്ക്ക് നല്ലത് ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപ്പായസവും, ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും നല്ല വഴിപാട് അവൽ നിവേദ്യവുമാണ്. കാലത്ത് നെയ്വിളക്ക് സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്ക്. വൈകിട്ടാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും നല്ലത് ബുധനാഴ്ചയാണ്, രേവതി നക്ഷത്രമാണ്. നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന നാളെ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്നാകട്ടെ. കാലത്തപ്രകാരം തന്നെ ഓം ഹം ഹനുമതേ നമഃ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.